ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഡെനു ഹണി റോസ്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് റോസ്മേരി ഹെയർ ജെൽ. അതെങ്ങനെയാണ് റെഡി ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ റോസ്മേരിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത്രയ്ക്കും മുടി വളർച്ചയ്ക്കും അതുപോലത്തെ താരനൊക്കെ കൺട്രോൾ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ റോസ്മേരി എന്ന് പറയുന്നത്. അപ്പോൾ റോസ്മേരി ഉപയോഗിച്ചുള്ള ഹെയർ ജെല്ലാണ് ഇന്ന് ഞാനിവിടെ റെഡി ചെയ്യാൻ പോകുന്നത്. കൊച്ചു കുട്ടികൾ മുതൽ വലിയ ആൾക്കാർക്ക് വരെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതും അത്രയും നല്ല കണ്ട് മുടി വളർച്ച കൂട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു അടിപൊളി ഹെയർ ജെല്ലാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡി ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് വഴിയെ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ ഹെയർ ജെല്ല് റെഡി ചെയ്യാനായിട്ട് ഞാനിവിടെ ഫസ്റ്റ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഒന്നാണ് റോസ്മേരി എന്ന് പറയുന്നത്. അപ്പോൾ റോസ്മേരി 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഓൺലൈൻ വഴി നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. ചെറിയ പാക്കറ്റൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ റോസ്മേരി ഞാൻ ഇതിൽ ആഡ് ചെയ്തു. അതിലേക്ക് പിന്നെ 2 ടേബിൾ സ്പൂൺ ഉലുവ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉലുവ നമ്മുടെ ഹെയറിൻ്റെ ആ ഒരു സ്ട്രോങ് ആയിട്ട് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഉലുവ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് കട്ടിയിൽ തന്നെ മുടി വളരാനും അതൊന്ന് ബലത്തോടെ നിൽക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഉലുവ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഉലുവയും റോസ്മേരിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. എടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് 1 കപ്പ് വാട്ടർ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. വാട്ടർ ആഡ് ചെയ്ത് തലേ ദിവസം രാത്രിയാണ് ഞാനിത് ഇങ്ങനെ വെള്ളത്തിലാക്കി വെക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു 2-3 മണിക്കൂർ ഒന്ന് കുതിർക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഞാനിത് തലേ ദിവസം ചെയ്തു. അപ്പോഴത്തേക്ക് ആ ഉലുവയുടെ ജെല്ലൊക്കെ നല്ല രീതിയിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയും ചെയ്തത്. എന്നതിന് ശേഷം നന്നായിട്ടൊന്ന് അത് ഒന്ന് മിക്സ് ചെയ്യുക. കാരണം നമ്മുടെ റോസ്മേരിയുടെ ലീഫും ആ വെള്ളവും കൂടിയൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കിയാൽ മാത്രമേ അതായിട്ട് മിക്സ് ആകത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇങ്ങനെ മുകളിൽ പൊന്തി കിടക്കും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ഇത് നന്നായിട്ട് കുതിർന്ന് കിട്ടും. അപ്പോൾ റോസ്മേരി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, നന്നായിട്ട് ഹെയർ വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് റോസ്മേരി എന്ന് പറയുന്നത്. റോസ്മേരി ഓയിലൊക്കെ നല്ല റേറ്റുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ പിറ്റേ ദിവസമായി നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ആ വെള്ളത്തിന് പോലും മഞ്ഞ കളർ പോലെ ഒന്ന് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ആയതിനു ശേഷം നമുക്ക് വേണമെങ്കിൽ ഇതിനെ തന്നെ ഈ വാട്ടർ തന്നെ നമുക്ക് എടുത്തിട്ട് നമുക്ക് ഹെയറിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ അതിൽ കൂടി തന്നെ 1 കപ്പ് വാട്ടറും കൂടി ആഡ് ചെയ്ത് ഞാനൊന്ന് ചൂടാകാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ. അപ്പോൾ ഞാനിപ്പോൾ 2 കപ്പ് വാട്ടറാണ്, അതായത് തലേ ദിവസം വെച്ച 1 കപ്പ് വാട്ടറും പിറ്റേ ദിവസം അതിൽ കൂടെ 1 കപ്പ് വാട്ടറും കൂടെ ആഡ് ചെയ്ത് 2 കപ്പ് വാട്ടർ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നതിന് ശേഷം ഇതൊരു 1 കപ്പ് വാട്ടർ ആകുന്നത് വരെ നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് തിളപ്പ് വരുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഹൈ ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലോട്ട് ഒന്ന് കറക്റ്റാക്കി വെച്ച് കൊടുക്കുക. ചെറിയ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം പിന്നെ ഇത് തിളപ്പിക്കാനായിട്ട്. അപ്പോഴേക്കും ഒരു ജെൽ ഫോമിലായിട്ട് നമുക്കിത് വരുന്നത് കാണാൻ പറ്റും. കാരണം ആ ഉലുവയെല്ലാം വെന്ത് ആ ഒരു ലെവലിൽ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്നതിന് ശേഷം ഇത് നമുക്കൊരു അരിപ്പ ഉപയോഗിച്ച് അരിച്ച് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ അരിപ്പ് ഉപയോഗിച്ച് അരിച്ച് മാറ്റി തണുത്തതിന് ശേഷം വേണം നമ്മളിത് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിത് ഇപ്പോൾ തിളപ്പിച്ച് നന്നായിട്ട് അത് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് കിട്ടിയ ആ ഒരു ഇതെന്ന് പറയുന്നത് ഇത്രയാണ് കിട്ടിയത്. അത് ഞാൻ 1 കപ്പ് വാട്ടറാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പം ചെറിയൊരു ജെൽ ഫോമിൽ തന്നെ ഉണ്ട്. ആയിരുന്നാൽ പോലും കുറച്ചുകൂടെ നല്ലൊരു ജെല്ലാക്കാനായിട്ട് ഞാൻ ഇതിൽ കൂടി വേറൊരു ചെറിയൊരു സാധനം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് തന്നെ നമുക്ക് ഒരു ചെറിയൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മുടെ സ്കാൽപ്പിൽ നമുക്ക് അപ്ലൈ ചെയ്ത് ചെറിയൊരു മസാജും ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിൽ സാന്തൻ ഗമ്മാണ് ആഡ് ചെയ്യുന്നത്. സാന്തൻ ഗമ്മ് ഉള്ളവർക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി ജെൽ ഫോമിലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ സാന്തൻ ഗമ്മ് നമ്മൾ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. കാരണം അതിൻ്റെ ലംസ് ഇങ്ങനെ പൊന്തി കിടക്കും. അപ്പോൾ അത് നമ്മൾ ഇതായിട്ട് മിക്സ് ആവുന്നത് വരെ നന്നായിട്ട് നമ്മളിത് മിക്സ് ചെയ്യുക. അപ്പം ഞാൻ ആദ്യം സ്പൂൺ ഉപയോഗിച്ച് ചെയ്തപ്പോൾ അത് കറക്റ്റ് ആകത്തുകൊണ്ട് പിന്നെ ഞാനൊരു ചെറിയൊരു ബീറ്റ്റൂട്ട് സാധനത്തിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ മിക്സ് ചെയ്യുന്നത്. കാരണം എങ്കിൽ മാത്രമേ അത് അത്രയ്ക്കും മിക്സായി വരുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അത് ഉപയോഗിച്ച് ചെയ്തത്. അപ്പോഴേക്കും നന്നായിട്ടൊരു ജെൽ ഫോമിൽ എനിക്ക് കിട്ടി. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് ജെല്ലാക്കി വയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് നൈറ്റ് ആയിരുന്നാലും ഡേ ആയിരുന്നാലും ജസ്റ്റ് സ്കാൽപ്പിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യുക. ഇത് നമ്മൾ ഈ ജെല്ല് പുരട്ടിയതിന് ശേഷം നമ്മൾ ഷാമ്പൂ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കരുത്. ഷാമ്പൂവിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. കാരണം ഇത് നമുക്ക് നമ്മുടെ സ്കാൽപ്പൊക്കെ നന്നായിട്ട് ക്ലീൻ ആകും. അതുമാത്രമല്ല നന്നായിട്ട് ഹെയർ ഗ്രോത്തിന് നല്ല ബെസ്റ്റ് ജെല്ലാണ്.
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ എൻ്റെ മകൾക്കും കൂടി കണക്കാക്കിയാണ് ഞാനിത് റെഡി ചെയ്തിട്ടുള്ളത്. കാരണം അവൾക്ക് ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്നത് കൊണ്ട് ഇത് അവൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആയിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ ഒന്ന് റെഡി ചെയ്ത് ഞാൻ അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഓയിൽ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. പക്ഷേ ഞാൻ ഇതിലൊന്നും ആഡ് ചെയ്തിട്ടില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല. ജെല്ല് മാത്രമാണ്. അപ്പോൾ ഇത് നമ്മുടെ ജെല്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ചെറിയൊരു കണ്ടെയ്നറിലാക്കിയാണ് ഞാൻ സൂക്ഷിക്കുന്നത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ ഹെയറിൽ ഇത് അപ്ലൈ ചെയ്യാവുന്നതുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഷാമ്പു ഉപയോഗിക്കാതെ വേണം വാഷ് ചെയ്യാനായിട്ട് മാക്സിമം നോക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും നല്ലൊരു വീഡിയോയുമായിട്ട് വരും ദിവസങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇത് ഉപയോഗിച്ചതിന് ശേഷമുള്ള റിസൾട്ട് എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഓക്കെ, താങ്ക്